ഹിന്ദുവും ചുട്ടുകൂട്ടിയ മണ്ണപ്പങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ട് അച്ഛൻ ആ കുടുംബത്തെ വിട്ട് ഇറങ്ങിപ്പോയി. പണമുണ്ടാക്കാനാണ് പോയതെങ്കിലും പിന്നീട് ഒരിക്കലും അച്ഛൻ ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. തിരിച്ചടയ്ക്കാൻ കഴിയാതെ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ മേരിയുടെ 4 മക്കളും ഒരു രാത്രി മുഴുവനും ഇരുന്ന് കരഞ്ഞു. എന്തു ചെയ്യുമെന്നറിയാതെ ഒടുവിൽ മേരി ആ തീരുമാനമെടുത്തു. രണ്ടാമത്തെ മകൾ ലാലിയുടെ കൈയും പിടിച്ച് മേരി ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ജെസി ബാബുവിനെ കൊണ്ട് പിന്നാലെ. അവര് കമ്പിളികണ്ടത്തെ തോടും കടന്ന് തെള്ളിത്തോട്ടിലേക്ക് യാത്രയായി. ആ രാത്രി തെള്ളിത്തോട്ടിലെ കുരിശടിക്ക് മുന്നിൽ എത്തിയപ്പോ മേരി ഇളയ കുഞ്ഞിനെ താഴെ നിർത്തിയിട്ട് ആ കുരിശടിയെ നോക്കി പ്രാർത്ഥിച്ചു, എന്റെ ക്രിസ്തുരാജ. ആ രാത്രിയിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ജെസിക്ക് അറിയാമായിരുന്നു. പക്ഷെ ബാബുവിന് ഒന്നും അറിയില്ലായിരുന്നു. ബാബു കരുതിയത് ഇവരെവിടെയോ ഒരു സഞ്ചാരത്തിന് പോവുകയാണ്, ഒരു യാത്ര പോവുകയാണെന്ന് മാത്രമാണ് കുഞ്ഞ് ബാബു മനസ്സിലാക്കിയത്. എന്നിട്ട് അമ്മ മുന്നിൽ നിരന്ന് നിന്ന മക്കളോട് ഇങ്ങനെ പറയുന്നു, മക്കളെ, നമുക്ക് ആരുമില്ല. ഞാൻ ഇപ്പൊ പോകുന്നത് ഡാമിലേക്കാണ്. ആ ഡാമിലേക്ക് അമ്മ എടുത്ത് ചാടും. അമ്മ ചാടിക്കഴിഞ്ഞാൽ മക്കൾ ഓരോരുത്തരും പിന്നാലെ ഡാമിലേക്ക് ചാടണം. അപ്പൊ ജെസി മൂത്ത മകളാണ്, 10 വയസ്സുണ്ടെന്ന് ജെസിക്ക്. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്ക് വെള്ളം പേടിയാണമ്മ, വെള്ളത്തിൽ ചാടാൻ പേടിയാണമ്മ. അതുകൊണ്ട് അമ്മ, ഞങ്ങൾ മക്കളെ ഓരോരുത്തരെയായി ഡാമിലേക്ക് എടുത്ത് എറിഞ്ഞിട്ട് പിന്നാലെ അമ്മ ചാടിയാൽ മതി. അല്ലെങ്കിൽ അമ്മ ചാടിയതിനു ശേഷം ഞങ്ങൾ മക്കളിൽ ആരെങ്കിലും ഒരാൾ ചാടാൻ ഭയപ്പെട്ട് ചാടാതെ നിന്നാൽ അമ്മച്ചി ഇല്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മേരി 4 മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അമ്മ ഡാമിനെ ലക്ഷ്യമാക്കി നടന്നു നിന്നു. കുറച്ച് നടന്നപ്പോ ജെസി പിന്നിൽ നിന്ന് അമ്മയെ വിളിച്ചു, അമ്മ ഒന്ന് നിന്നേ. അമ്മച്ചി, ഈ കമ്പിളികണ്ടത്തും തെല്ലിത്തോട്ടിലും ഒക്കെ ഉള്ള മനുഷ്യർക്കല്ല അമ്മച്ചി നമ്മളെ കണ്ടാൽ അറിയും. നമുക്ക് ദിവസവും ഈ ചിന്നാറ് കടന്ന് അക്കരെ ചെന്ന് അവിടുന്ന് ഭിക്ഷ വേണ്ടി കിട്ടുന്ന പണം കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച് ജീവിച്ചുകൂടെ? അപ്പോ നമുക്ക് മരിക്കണ്ടല്ലോ അമ്മച്ചി. ആ ചോദ്യമാണ് നന്ദികുന്നേൽ മേരിയെ തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത്. ആ 10 വയസ്സുകാരിയുടെ ജീവിക്കാനുള്ള ആ കൊതി, അല്ലെങ്കിൽ മരിക്കാനുള്ള ഭയം. തിരിച്ചു വന്നു. അവര് പിന്നീട് ജീവിതം വെട്ടിപ്പിടിച്ചതാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന കഥ. അന്ന് 5 വയസ്സുകാരനായിരുന്ന ബാബു വളർന്ന് 51 വയസ്സുകാരനായ ബാബുവായി ഒരു മുതുക്കനായി വളർന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇപ്പോ ഈ കഥ എഴുതി നമ്മളെ ഒക്കെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, കരയിപ്പിച്ചു. ബാബുട്ടാ, സ്വാഗതം. ബാബുവിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, കമ്പിളികണ്ടത്തെ ജീവിതം ഞങ്ങളെല്ലാവരും വായിച്ചു, മേരിയെ ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അബ്രഹാം എന്ന അച്ഛനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. കൊച്ച് എന്ന അച്ഛനെ ഈ പുസ്തകത്തിൽ അങ്ങനെ പ്രതിപാദിച്ച് കണ്ടില്ല. എന്തായിരുന്നു അച്ഛൻ, അല്ലെങ്കിൽ അച്ഛനെ എന്നാണ് ബാബു തിരിച്ചറിഞ്ഞത്? എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കാൻ, കഥ കേൾക്കാൻ വന്നതിന് ഒത്തിരി നന്ദി. അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് അല്പം പേടിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. പക്ഷേ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂ ചോദിച്ച എനിക്ക് ഒരു പൂക്കാലം തന്നെയാണ് നിങ്ങൾ തന്നത്. താങ്ക് യു.
ഐ എം ടോട്ടലി കംപ്ലീറ്റ്. അപ്പനെ എനിക്ക് അറിയാനുള്ള ആകാംക്ഷ തുടങ്ങിയത് അമ്മ മരിച്ചതിന് ശേഷമുള്ള 40 ദിവസങ്ങളിലാണ്. ചിലർ പറയും ഉത്തരവാദിത്തമില്ലാതിരുന്ന മദ്യപാനിയായ താന്തോന്നിയായ കൊച്ചു വരുത്തി വെച്ചതാണ് ഇതെല്ലാം. അത് വളരെ എളുപ്പമുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. കുറവുകളുള്ള മനുഷ്യർ, വീണുപോകുന്ന മനുഷ്യർ, അല്ലെങ്കിൽ എങ്ങും എത്താത്ത മനുഷ്യരെ കുറിച്ച് ആരും കഥ പറയാറില്ല. ചരിത്രത്തിന് ഇഷ്ടം എപ്പോഴും വിജയിച്ചവരുടെ കഥ പറയാറ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മേരിയുടേത് പോലും പ്രത്യാശയെക്കുറിച്ച് പറയുന്നെങ്കിലും വീണുപോയവളുടെ സുവിശേഷമാണ്. ചിലപ്പോൾ വളരെ ശക്തയായ ഒരു ഭാര്യയ്ക്കും അതുപോലെ ശക്തയായിരുന്ന ഒരു അമ്മയ്ക്കും ഇടയിൽ നിസ്സഹായനായി പോയ ഒരു പുരുഷനായിരിക്കില്ലേ കൊച്ച്. അതാണ് ഞാനിപ്പോൾ തേടിയിറങ്ങിയിരിക്കുന്നത്. കാലം ഒത്തിരി കടന്നുപോയെങ്കിലും മറവിയുടെ പുതപ്പിട്ട് നമ്മളൊക്കെ മൂടിക്കളയുന്ന കുറേ മനുഷ്യർ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഒത്തിരി കൊച്ചുമാരും ഒത്തിരി മേരിമാരും ഉണ്ട്. മേരിയെ ഓർത്തിരിക്കാൻ ചിലപ്പോൾ ഒരു ബാബു ഉണ്ടായിരുന്നിരിക്കാം. കൊച്ചിനെയും ഓർക്കേണ്ടതുണ്ട്. ഞാൻ തേടി തുടങ്ങിയിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച നിലമ്പൂരിൽ നിന്ന് 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വിട്ടു. ഞാൻ കമ്പളികണ്ടത്തെ കൽഭരണികൾ വായിച്ച് ഒത്തിരി കരഞ്ഞു. ഞാൻ ചാച്ചൻ അത് മേടിച്ചു കൊടുത്തു. ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പൻ. ചാച്ചൻ അത് വായിച്ച് ഒത്തിരി കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഈ കഥ എഴുതിയിരിക്കുന്ന ബാബുവിൻ്റെ അപ്പൻ എൻ്റെ കസിനാണ് എന്ന്. അപ്പൻ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 12 വർഷത്തിന് ശേഷം തിരിച്ചു വന്നത്, രോഗിയായി ആദ്യം വന്നത് അവരുടെ വീട്ടിലേക്കായിരുന്നു പോലും. അപ്പോൾ തേടിപ്പോകുന്ന കഥകളുടെ പേരുകളിലേക്ക് വെള്ളമായി വരാൻ എന്നെ വായിക്കുന്നവർ തന്നെയാണ് ഇനി എനിക്ക് അപ്പനെ കാണിച്ചു തരിക. ബാബുവിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്, ബാബു അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കമ്പളികണ്ടത്തെ കഥ നമ്മൾ വായിക്കുന്നത്, മേരി അറിയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ഇന്നലെ ഒരു സ്ത്രീ വന്ന് ചോദിച്ചതാണ്, ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, പ്രിയൻ എനിക്ക് ഈ സെഷന് പങ്കെടുക്കാൻ കഴിയില്ല, എൻ്റെ വകയായ ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ അത് ഇവിടെ ചോദിക്കണമെന്ന് തോന്നി. ബാബുവേട്ടൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കമ്പളികണ്ടത്തെ ജീവിതമാണ് നമ്മൾ കണ്ടത്. കൂടെ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു, ജെസ്സി, ലാലി, ടിറ്റു. ബാബുവിൻ്റെ ജീവിതം തന്നെ ഇത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ പെൺകുട്ടികളായിരുന്ന അവരുടെ ജീവിതം എന്തായിരുന്നിരിക്കും എന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ വായനക്കാരി ചോദിച്ചത്. ചിലപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. ആണധികാരത്തിൻ്റെയും പൗരോഹിത്യ മേൽക്കോയ്മയുടെയും മതാധിപത്യത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ സമൂഹത്തോടും വ്യവസ്ഥയോടും എല്ലാം പടവെട്ടി വന്ന മേരിയുടെ ചാരത്ത് വളർന്ന ഒരാൺകുട്ടിക്ക് ഇത്രയേറെ വേദന ഉണ്ടായെങ്കിൽ ആ 3 പെൺകുട്ടികൾ എത്രമാത്രം നീറി പിടഞ്ഞിട്ടുണ്ടാവണം. അതവർക്കേ പറയാനാവും. ഒരു പുരുഷനായി എനിക്ക് ആ വേദനയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒത്തിരിയേറെ അതിരുകളുണ്ട്, ഒത്തിരിയേറെ ലിമിറ്റുണ്ട്. അത് അതിതീവ്രമായിരിക്കും. അത്രയേ ഉള്ളൂ ഇതിനുള്ള മറുപടി അല്ലേ? അല്ലാണ്ട് ഒന്നും തന്നെ പറയാൻ, അല്ലെങ്കിൽ അവരെപ്പോഴെങ്കിലും വന്ന് ബാബുവിൻ്റെ ചേട്ടനോട് ബിന്ദുവോ അന്യനായ ബാബുവിനോട് ജെസ്സിയോ ലാലിയോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായി? കൽഭരണികൾ എല്ലാവരും കൂടി ഏപ്രിൽ മാസത്തിൽ ഒന്നിച്ചു ചേരുന്നുണ്ട് കേരളത്തിൽ. അതെ, അപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്നൊന്ന് കഥ പറയാം. ഞാനുണ്ടാവും. ഇനി എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്, കഥ വായിച്ചു പോകുമ്പോൾ നമ്മളെ കരയിപ്പിക്കുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ് കൗമാരക്കാരനായ ബാബു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോയി നടത്തുന്ന യാത്ര, അവിടെ മുതൽ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഒരു വായനക്കാരനുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എത്തി നിൽക്കുന്ന പാരീസിലേക്കൊക്കെ യാത്ര പോയ ആ ബാബു ഉണ്ടായത്, ആ ബാബു ജനിച്ചത്, ആ കൗമാരപ്രായത്തിൽ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയ ആ പോക്കുമായ യാത്രയുമായിരുന്നു. ഒളിച്ചോടിപ്പോയ ബാബു അല്ല പുതിയ ബാബുവിനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ അന്ന് മേരി 4 വയസ്സ് തൊട്ട് തനിയെ വളർത്തിയ ആ ജീവിത സാഹചര്യങ്ങളുമല്ല ബാബുവിനെ വളർത്തിയത്. 40 ദിവസം കൗമാരത്തിൻ്റെ ഗ്രഹണത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ മനസ്സിനെ കീറിമുറിച്ച് കടന്നുപോയ ആ നാളുകൾക്ക് ശേഷം ഞാൻ ജീവിച്ചത് 40 ദിവസത്തെ എൻ്റെ മരുഭൂമി വാസമെന്ന് ഞാൻ പറയും. തിരികെ വന്നപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറുള്ള ആ ഇന്ത്യ എന്ന് പറഞ്ഞ മൺതിട്ട, ഇന്ത്യയോട് ചേർന്ന് നിന്ന കശുമാവിൻ്റെ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മ എൻ്റെ കരണത്തൊരു അടി തന്നുകൊണ്ടാണ് എന്നെ തിരിച്ച് സ്വീകരിച്ചത്. അതിനുശേഷം ഒരു മുത്തവും. ആ അടിയാണ് എന്നെ ഞാനാക്കിയത്. അപ്പോൾ എനിക്ക് സുബോധമുണ്ടായി. അവിടെ നിന്ന് നിങ്ങൾ വളർന്നു. 26 വർഷത്തെ കഥയാണ് നമ്മളോട് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ബാബു വളർന്നു പോകുന്നത് പാരീസിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി യാത്രയാവുന്ന ബാബുവിന്റെ മനസ്സിൽ ഒരൊറ്റ വാചകമേ മുഴങ്ങിയിരുന്നു. അത് അമ്മ പറഞ്ഞു കൊടുത്ത വാചകമാണ്. കമ്പിളി കണ്ടത്തെ ആ ഓളങ്കേറ മൂലയിൽ വളർന്ന നന്ദി കുന്നേൽ മേരി പറഞ്ഞ ആ വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെയാണ്: മോനെ, നീ പോകുന്നത് വിദേശത്തേക്കാണ്. നീ അവിടെ ചെന്ന് മലയാളികളുമായി കൂട്ടുകൂടാനാണ് പോകുന്നതെങ്കിൽ മലയാളികൾ ഇവിടെ ധാരാളമുണ്ട്. നീ അങ്ങോട്ട് പോകേണ്ടതില്ല. അത് മേരി പറഞ്ഞത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്ന് ആ വാചകങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വാചകങ്ങൾ ഓർത്ത് ഫ്ലൈറ്റിൽ ഇരുന്ന് ബാബു കരഞ്ഞു. കണ്ണുനീരിങ്ങനെ വാർത്ത് ഒഴുകുമ്പോഴും ബാബുവിന്റെ കയ്യിൽ ബാബു മുറുക്കെ പിടിച്ചിരുന്നത് ഫ്രഞ്ച് ഭാഷാ സഹായി എന്ന പുസ്തകമാണ്. അയാൾ ഭാഷ പഠിക്കാൻ തുടങ്ങിയിരുന്നു ആ യാത്രയിൽ തന്നെ. അയാൾ ഇറങ്ങിയ പാരീസില് ഫ്ലൈറ്റ് ഇറങ്ങി ആദ്യം കണ്ട സ്ത്രീയോട് അയാളുടെ ഒരു സ്ലാങ്ങില് ബോം ഹൂർ എന്ന് പറയുന്നത് അല്ലെ, അവർ തെറ്റിദ്ധരിച്ചില്ല, എന്തോ ഭാഗ്യം. അവിടെ നിന്ന് ബാബു യാത്രയാവുന്നു പാരീസിലേക്ക്. പാരീസിലെ ലൂർദിലാണ് അദ്ദേഹത്തിന് വന്ന് ചേരാൻ കഴിഞ്ഞത്. അപ്പൊ ബാബു അവിടെ ചെല്ലുമ്പോൾ ആലോചിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നെത്തപ്പെട്ടത്? ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? ആ കമ്പിളി കണ്ടത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു കൽഭരണി ആരാണ് വൃത്തിയാക്കി തുടച്ചു മിനുക്കി അതിൽ വെള്ളം നിറച്ചത്? ആരാണ് പിന്നീട് ഒരു വീര്യം കൂടിയ വീഞ്ഞാക്കി മാറ്റിയത്? അത് എൻ്റെ അമ്മ നന്ദി കുന്നേൽ മേരി തന്നെയായിരുന്നു. അതോ എൻ്റെ അമ്മ ദിവസേന പ്രാർത്ഥിക്കുന്ന ആ ദൈവപുത്രനായിരുന്നു എന്ന് ബാബു വിലാപിക്കുന്നുണ്ട്. അങ്ങനെ ലൂർദിൽ ചെല്ലുന്നു. ലൂർദിൽ 18 തവണ മേരി പ്രത്യക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഇടത്തിലാണ് ബാബു ചെന്ന് എത്തുന്നത്. ബാബു അവിടുത്തെ പള്ളിയിൽ ദിവസേന കുർബാന കൈക്കൊള്ളാൻ ചെല്ലുന്നു. കുർബാന കൈക്കൊള്ളാൻ ചെല്ലുമ്പോൾ അവിടെ പള്ളിയിലൊന്നും ആരുമില്ല. അങ്ങനെ പള്ളിയിലൊന്നും സ്ഥിരമായി പോകുന്ന ആളുകൾ അന്ന് പാരീസിൽ ഉണ്ടായിരുന്നില്ല. ആകെ വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീ ദിവസേന ബാബുവിനെ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം ആ സ്ത്രീ ബാബുവിനോട് ചോദിച്ചു, ആർ യു എൻ ഇന്ത്യൻ? ഇംഗ്ലീഷിലാണ് ചോദ്യം. ചോദ്യം കേട്ട് ബാബു തിരിഞ്ഞു നിന്നു. അവരെ പരിചയപ്പെട്ടു. അവരുടെ പേര് കൊളേത്ത് എന്ന് പരിചയപ്പെടുത്തി. കൊളേത്തിന്റെ കഥ പറഞ്ഞു. എനിക്ക് ഇന്ത്യയിൽ ഒരു കാമുകൻ ഉണ്ടായിരുന്നു, ബോംബെയിൽ. അയാളുടെ പേര് സൂര്യ എന്നായിരുന്നു. ഞങ്ങൾ ദിവസേന കത്തുകളിലൂടെ പരിചയപ്പെട്ടവൻ മനുഷ്യരായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു, പ്രണയിച്ചിരുന്നവരായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്തോറും ആ കത്തുകളുടെ ദൈർഘ്യം കൂടി വന്നു. പിന്നെ സൂര്യയുടെ കത്ത് വരാതെയായി. പക്ഷെ ഒരിക്കൽ ഞാൻ സൂര്യയെ അന്വേഷിച്ച് ബോംബെയിൽ പോയി. അന്ന് അയാൾ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും അയാളുടെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി. ആരോടും പരാതി പറഞ്ഞില്ല, ആരോടും പരിഭവിച്ചില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അവർ തിരിച്ച് പാരീസിലേക്ക് വന്നു. ആ കൊളയത്ത് ഒരാഴ്ചത്തെ പരിചയമേ അന്ന് ബാബുവിനുണ്ടായിരുന്നുള്ളൂ. മടങ്ങിപ്പോകാൻ നേരം ബാബുവിനോട് അവർ പറയുന്ന വാചകം ഇങ്ങനെയാണ്: മടങ്ങി വരണമെന്ന് എപ്പോൾ ചിന്തിച്ചാലും ഇവിടെ ഒരമ്മ കാത്തിരിക്കുന്നുണ്ടെന്ന ഓർമ്മ നിനക്ക് വേണം. കൊളയത്ത് ശരിക്കും രണ്ടാമത്തെ നന്ദി കുന്നേൽ മേരിയായിരുന്നു. മേരിക്ക് രണ്ടാമതൊരാളില്ല. മേരിക്ക് മേരി മാത്രമേ ഉള്ളൂ.
പക്ഷേ ഈ ആർക്കിമിഡീസ് തിയറം പോലെയാണ്. ഒരേ സമയത്ത് രണ്ട് വസ്തുക്കൾക്ക് ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. മേരി കടന്നു പോയപ്പോൾ ഞാൻ വളരെ ബലഹീനനായ ഒരു മനുഷ്യനാണ്. ശക്തയായ ഒരു സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെ മുൻപോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ കൊളയത്ത് അമ്മ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു വാക്വം, ഒരു ശൂന്യത, അത് പൂർണ്ണമായും നികത്താനായില്ലെങ്കിലും എൻ്റെ കുറവുകൾ അറിയാനും ഞാൻ എവിടെ വീണു പോകുമെന്ന് മനസ്സിലാക്കാനും വീണു പോകുമ്പോൾ ഒരു കൈ തരാനും ഇക്കാലം എത്രയും മമ്മയ്ക്ക് ഇപ്പോൾ 88 വയസ്സുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കൂടത്തിൽ താമസിക്കാറുണ്ട്. അവിടുത്തെ ഒരു സംസ്കാരത്തിനൊന്നും മക്കളൊന്നും അങ്ങനെ പോയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ ആയിട്ട് ആശയമായിട്ട് പോകാറുണ്ട്, അവിടെ സമയം ചെലവഴിക്കാറുണ്ട്. അത് മമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അതെനിക്ക് കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീ എവിടെ നിന്ന് വന്നു, നീ എങ്ങനെ വന്നു, നീ എങ്ങനെയാണ് ഇങ്ങനെയായിത്തീരുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ എത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനം താഴെ വന്നാണ് എന്ന് എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോധ്യമുണ്ടാവും. അവിടെ ഇനി നമുക്ക് കുറച്ച് എഴുത്തുകാരനിലേക്ക് വരാം. എഴുതുന്ന സമയത്തും ഒക്കെ നിങ്ങളുടെ യാത്രകളെ കുറിച്ചും എഴുതിയ സമയത്തുള്ള കഥയൊക്കെ നമുക്കറിയാം. എഴുതുമ്പോൾ ഒരു എഴുത്ത് ആദ്യമായിട്ട് എഴുതുന്നതാണ് ഈ പുസ്തകം. ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിന്, അല്ലെ? ഒരു എഡിറ്റർ എന്താണ് ഒരു നോവലിസ്റ്റില്? ശരിക്കും എഡിറ്റർ എങ്ങനെയാണ് ആ കൃതിയിൽ ഇടപെടുന്നത്? 25 വർഷക്കാലം മലയാളം ഉപയോഗിക്കാതിരുന്ന ഒരാളാണ് ഞാൻ. വായിക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മാനേജ്മെൻറ്റും സോഷ്യോളജിയും ഒക്കെ വായിക്കുമെന്നല്ലാതെ സാഹിത്യത്തിൻ്റെ ലോകത്ത് അത്ര അതിപ്രസരത്തോടെ നടന്ന ആളല്ല ആ കാലനൂറ്റാണ്ടുകാരൻ. ശരിക്കും ഞാൻ എഴുത്തിലേക്ക് മടങ്ങി വരുന്നത് എഴുതാൻ തീരുമാനിക്കുന്നു 2018 ഒക്ടോബർ 22-ാം തീയതിയാണ്. അന്ന് എനിക്ക് മലയാളത്തിൽ എഴുതാനുള്ളൊരു ആത്മവിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി തുടങ്ങിയത്. പിന്നീട് ഫ്രഞ്ചിലും എഴുതാൻ തുടങ്ങി. പക്ഷേ 2023 നവംബർ മാസത്തിൽ വളരെയേറെ പ്രക്ഷുബ്ധമായ ഒരു നിരാശയുടെ വിഷാദം എത്തി നോക്കിയ കുറേ നാളുകൾ എനിക്കുണ്ടായി. മരിക്കാൻ പോലും ഞാൻ ചിന്തിച്ച കുറേ ദിവസങ്ങൾ. അപ്പം ഞാനതെൻ്റെ ഭാര്യയോട് പറയുകയുണ്ടായി. അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സാധാരണ ആൾക്കാർക്കൊക്കെ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ മേരി വളർത്തിയ നിങ്ങൾക്കത് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നൊന്ന് ഓർത്തു നോക്കൂ. ആ ഓർത്തെടുക്കലിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായമാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷെ അതിനകത്ത് ഒത്തിരി അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രിയദർശനൊക്കെ ഇരിപ്പുണ്ട്, എന്നെ വല്ലപ്പോഴും ഒക്കെ സഹായിക്കുന്ന ആളാണ്. ഞാൻ എഴുതുമ്പോൾ എന്നോട് പറയാറുണ്ട്, ബാബു നീ